വിശുദ്ധ കുർബാനയിൽ സന്നിഹിതനായിരിക്കുന്ന ഈശോയെ നമുക്ക് ഇപ്പോൾ കുമ്പിട്ട് ആരാധിക്കാം. ഈശോയെ അങ്ങനെ ഞങ്ങൾ കുമ്പിട്ട് ആരാധിക്കുന്നു. ഞങ്ങളായിരിക്കുന്ന ഈ അവസ്ഥയിൽ അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് ഞങ്ങളെ പൂർണ്ണമായും സമർപ്പിക്കുന്നു. കർത്താവേ, അങ്ങ് ഞങ്ങളെ ഓരോരുത്തരെയും കാണുന്നുവല്ലോ. അങ്ങ് ഞങ്ങളുടെ ഹൃദയങ്ങൾ പരിശോധിക്കുന്നുവല്ലോ. ദിവ്യനാഥനായ ഈശോയെ, ഞങ്ങളായിരിക്കുന്ന ഈ അവസ്ഥയിൽ ഞങ്ങളെ പൂർണ്ണമായും അങ്ങയുടെ തൃപ്പാദത്തിൽ സമർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ കുറവുകൾ, ഞങ്ങളുടെ ബലഹീനതകൾ, ഞങ്ങളുടെ ജഡിക മോഹങ്ങൾ, ഞങ്ങളുടെ ആസക്തികൾ, കർത്താവേ, ഞങ്ങളുടെ എല്ലാവിധ തഴക്ക ദോഷങ്ങൾ എല്ലാം ഞങ്ങൾ അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. കർത്താവേ, അങ്ങ് സർവശക്തനാണ്. അങ്ങേക്കൊന്നും അസാധ്യമില്ല. പരിശുദ്ധ അമ്മയെ പോലെ ഞങ്ങളും പറയുന്ന കർത്താവേ, അങ്ങയുടെ തിരുവിഷ്ടം ഞങ്ങളിൽ നിറവേറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അങ്ങിപ്പോൾ ഈ സമയം ഞങ്ങളിലേക്കൊന്ന് കടന്നു വരണമേ. അങ്ങയുടെ തിരിച്ചുവരയാ ഞങ്ങളെ ഒന്ന് കഴുകണമേ. കർത്താവേ, മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ ഞങ്ങൾ വായിക്കുന്നു, ജെറീക്കോയിലെ ആ ബർത്തമേയുസിനെ പോലെ അങ്ങ് കടന്നു പോയപ്പോൾ ദാവീദിന്റെ പുത്ര ഞങ്ങളിൽ കനിയണമേ എന്ന് പ്രാർത്ഥിച്ച ആ ബർത്തമേയുസിനെ പോലെ ഞങ്ങൾ ഇപ്പോൾ അങ്ങയെ വിളിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്ക് കടന്നു വരണമേ, ഞങ്ങളിലേക്ക് കടന്നു വരണമേ, ഞങ്ങളുടെ കുറവുകളിലേക്ക് കടന്നു വരണമേ, ഞങ്ങളുടെ ബലഹീനതകളിലേക്ക് കടന്നു വരണമേ, ഞങ്ങളുടെ പാപാവസ്ഥകളിലേക്ക് കടന്നു വരണമേ. കർത്താവേ, അങ്ങ് ഞങ്ങളുടെ ആസക്തികളിലേക്ക് കടന്നു വരണമേ. ഞങ്ങളുടെ എല്ലാ കുറവുകളിലേക്കും കടന്നു വന്നേ ഞങ്ങളെ വിശുദ്ധീകരിക്കണേ. ബർത്തമേയുസ് തന്റെ പുറംകുപ്പായം വലിച്ചെറിഞ്ഞുകൊണ്ട് ഈശോ അവനെ വിളിച്ചപ്പോൾ അവന്റെ പുറംകുപ്പായം വലിച്ചെറിഞ്ഞതുപോലെ കർത്താവെ, ഞങ്ങളായിരിക്കുന്ന ഈ അവസ്ഥയിൽ ഞങ്ങൾ മാറ്റേണ്ടവയെല്ലാം അങ്ങയുടെ തിരുസന്നിധിയിൽ ഇരുന്ന് ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന കർത്താവെ, പൂർണ്ണമായും ഞങ്ങളുടെ ആസക്തികളും ഞങ്ങളുടെ ബലഹീനതകളും ഞങ്ങളുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾ ഉപേക്ഷിക്കുന്നു എന്ന് ഏറ്റുപറയുന്നു. കർത്താവെ, ഈശോയെ അങ്ങനെ കടന്നു വന്ന് ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. കർത്താവെ, അങ്ങ് ഞങ്ങളുടെ കണ്ണുകളിലേക്ക് ഒന്ന് നോക്കണമേ. ബർത്തമേയുസിനോട് ചോദിച്ചതുപോലെ ഞങ്ങളോട് ചോദിക്കണമേ. നിനക്ക് എന്താണ് ആവശ്യം, നീ എന്താ ആഗ്രഹിക്കുന്നു എന്ന്. കർത്താവെ, ഞങ്ങളുടെ കാഴ്ച വീണ്ടും കിട്ടണം എന്ന് അന്ധനായ യാചനം പറഞ്ഞതുപോലെ ഞങ്ങൾ അങ്ങയുടെ തിരുസന്നിധിയിൽ ഇരുന്ന് പറയുന്ന കർത്താവെ, യാചിക്കുന്ന കർത്താവെ, ഞങ്ങളുടെ ആത്മീയ അന്ധത മാറ്റണമേ. ഞങ്ങളുടെ ആത്മീയ അന്ധത നീക്കം ചെയ്യണമേ. ഞങ്ങളായിരിക്കുന്ന ഈ അവസ്ഥ അങ്ങ് കാണുന്നത് പോലെ ഞങ്ങൾക്കും കാണുവാനുള്ള കൃപ തരണമേ. കർത്താവെ, ഞങ്ങളുടെ കുറവുകളിലേക്ക് അങ്ങ് കടന്നു വരണമേ നാഥ. അങ്ങൊന്ന് സ്പർശിക്കണമേ. ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങൊന്ന് തൊടണമേ നാഥ. ഞങ്ങളെ പൂർണ്ണമായും സുഖപ്പെടുത്തണേ കർത്താവെ. വേദനിക്കുന്ന മക്കൾ കടന്നു വന്നിട്ടുണ്ട് കർത്താവെ. പലതരം വേദനകളാൽ വിഷമിക്കുന്നവരെ, കുടുംബജീവിതത്തിൽ സ്വസ്ഥതയില്ലാത്തവരെ, ഭർത്താവിന്റെ മദ്യപാനം കൊണ്ട് വിഷമിക്കുന്നവരെ, ആസക്തികളിൽ കൊണ്ട് ജീവിതം മുഴുവൻ താറുമാറായവരെ, കുടുംബം നശിച്ചവരെ എല്ലാവരും കടന്നു വന്നിട്ടുണ്ട് കർത്താവെ. അങ്ങൊന്ന് കാണണമേ. അങ്ങ് തിരുക്കണ്ണ് തുറന്ന് ഞങ്ങളെ ഒന്ന് നോക്കണമേ കർത്താവെ. ഒന്ന് സ്പർശിക്കണമേ, ഒന്ന് തടണമേ. ആശ്വാസം തേടി കടന്നു വന്ന ഈ മക്കളെ ഒരിക്കലും അങ്ങ് വെറും കൈയോടെ പറഞ്ഞയക്കല്ലേ കർത്താവെ. ബർത്തമേയുസിനെ കാഴ്ച വീണ്ടും കിട്ടിയതുപോലെ കർത്താവെ, ഞങ്ങളുടെ ആത്മീയ അന്ധതകളെല്ലാം മാറ്റിക്കൊണ്ട് ഞങ്ങൾക്ക് കാഴ്ച വീണ്ടും തരണമേ നാഥ. അങ്ങയെ സ്നേഹിക്കുവാൻ, അങ്ങയെ ആരാധിക്കുവാൻ, അങ്ങേക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രഥമ സ്ഥാനം തരുവാൻ എല്ലാമുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തന്ന് അനുഗ്രഹിക്കണേ കർത്താവെ. ഈശോയെ, പലവിധ വിഷമതകളാൽ കടന്നു വന്ന മക്കളുണ്ട് കർത്താവെ. കുടുംബജീവിതത്തിൽ കുടുംബ പ്രാർത്ഥന പോലും ഇല്ലാതെ കുടുംബം നശിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലുള്ളവരുണ്ട് കർത്താവെ. ഈശോയെ, അവരുടെ കുടുംബങ്ങളിലേക്കെല്ലാം ഒന്ന് കടന്നു ചെല്ലണമേ നാഥ.
യേശുവേ, അവരിലൊക്കെ മാനസാന്തരത്തിന്റെ കൃപ കൊടുക്കണമേ. അങ്ങയുടെ വചനം അയക്കണേ കർത്താവേ. അങ്ങയുടെ തിരുവചനം ഒരു പ്രാവശ്യമെങ്കിലും അവരെ ഒന്ന് സ്പർശിക്കട്ടെ നാഥ. ഈശോയെ, അവർ വിശുദ്ധി പ്രാപിക്കട്ടെ. ഈശോയെ, അങ്ങയുടെ സ്നേഹം ഞങ്ങൾ ഓരോരുത്തരിലും വന്ന് നിറയട്ടെ. ദൈവസ്നേഹത്താൽ ഞങ്ങൾ നിറയട്ടെ നാഥ. കർത്താവെ, അങ്ങ് ആ സക്കേബൂസിന് പൂർണ്ണ മാനസാന്തരം കൊടുത്തതുപോലെ കർത്താവെ, ഓരോ മക്കൾക്കും ഇപ്പോൾ പൂർണ്ണമായ മാനസാന്തരം, പൂർണ്ണമായ വിടുതൽ കൊടുത്തുകൊണ്ട് കർത്താവെ എല്ലാവരെയും അങ്ങനെ അനുഗ്രഹിച്ച് ആശീർവദിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, കൃപയോടെ ഞങ്ങളെ നോക്കണമേ, കരുണയോടെ വീക്ഷിക്കണമേ, സ്നേഹം കൊണ്ട് ഞങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സൗഖ്യം നേടും ഹൃദയം ഇനിയെന്നും നിവാസഗേഹമാകും കണ്ണെങ്കിലും വിശ്വാസത്താൽ കാണുന്നിതാ കണ്ണെങ്കിലും വിശ്വാസത്താൽ കാണുന്നിതാ മൃദുവായി നീ തൊടുകേ എന്നാത്മം സൗഖ്യം നേടും ഹൃദയം ഇനിയെന്നും നിവാസഗേഹമാകും.
വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ ശിമയോന്റെ ഭവനത്തിൽ ഈശോ ഭക്ഷണത്തിനിരുന്നപ്പോൾ പാപിനിയായ സ്ത്രീ വന്ന് ഈശോയുടെ പാദാന്ത്യത്തിലിരുന്ന് അവളുടെ തലമുടി കൊണ്ട് അവളുടെ കണ്ണിൽ നിന്ന് വീണ കണ്ണുനീര് കൊണ്ട് ഈശോയുടെ പാദങ്ങൾ കഴുകുകയും അവളുടെ തലമുടി കൊണ്ട് അത് തുടയ്ക്കുകയും ചെയ്തു. ഈശോയെ, ഞങ്ങളും അങ്ങയുടെ സന്നിധിയെ കടന്നു വന്നിരിക്കുന്ന നാഥ, അങ്ങയുടെ അനുഗ്രഹം തേടി, അങ്ങയുടെ സ്നേഹം തേടി കർത്താവെ കടന്നു വന്നിരിക്കുന്നു. അങ്ങ് ഞങ്ങളെ ഉപേക്ഷിക്കല്ലേ. ഞങ്ങൾ പാപികളും ബലഹീനരുമാണെന്ന് ഏറ്റുപറയുന്നു. അതിനായി ഈശോയെ, പാപിനിയായ സ്ത്രീക്ക് അങ്ങ് പാപമോചനം നൽകി. അങ്ങ് ശിമയോനോട് പറഞ്ഞു, അവൾ എന്നെ കൂടുതൽ ആരോട് ക്ഷമിച്ചുവോ അവൾ കൂടുതൽ സ്നേഹിക്കുന്നു എന്ന് അങ്ങ് ഉപമയിലൂടെ ശിമയോനോട് അരുളി ചെയ്തുവല്ലോ. കർത്താവെ, ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ പാപങ്ങൾ അങ്ങയുടെ തിരുസന്നിധിയിൽ താഴ്ത്തിയേൽപ്പിക്കുന്നു. കർത്താവെ, അങ്ങ് ഞങ്ങളുടെ പാപങ്ങൾ മോചിക്കണമേ. ഞങ്ങളുടെ ഓരോരുത്തരുടെയും പാപങ്ങൾ മോചിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശക്തമായ കരം ഞങ്ങളുടെ മേൽ നീട്ടണമേ. അങ്ങയുടെ കൃപ ഞങ്ങളുടെ മേൽ വർഷിക്കണേ. കർത്താവെ, അങ്ങ് സത്യമായും ജീവിക്കുന്ന ദൈവമാകുന്നു. വിശുദ്ധ കുർബാനയിൽ അങ്ങ് ജീവിക്കുന്നു എന്ന് പൂർണ്ണമായും ഞങ്ങൾ വിശ്വസിക്കുന്ന നാഥ, ഞങ്ങളുടെ വിശ്വാസത്തെ ഞങ്ങൾ ഏറ്റുപറയുന്ന നാഥ. കർത്താവെ, അങ്ങിപ്പോൾ കടന്നു വരണമേ. ഞങ്ങളുടെ ഓരോരുത്തരുടെയും പാപങ്ങൾ അങ്ങെന്നറിയുന്നു. അതിൻ്റെ ആ വലിപ്പവും ചെറുപ്പവും അങ്ങെന്നറിയുന്നു. കർത്താവെ, ഞങ്ങളെല്ലാവരും പാപികളാണെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. നാഥനായ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. പാപിനിയായ സ്ത്രീയോട് ക്ഷമിച്ചതുപോലെ കർത്താവെ, ഇപ്പോൾ ഞങ്ങളുടെ ഓരോരുത്തരുടെയും പാപങ്ങൾ അങ്ങ് ക്ഷമിച്ച് ഞങ്ങളോട് കരുണ കാണിക്കണമേ. അങ്ങ് ദിവ്യകാരുണ്യമായി അങ്ങ് വിശുദ്ധ കുർബാനയിൽ വസിക്കുന്നുവല്ലോ. കർത്താവെ, അങ്ങയുടെ കാരുണ്യത്തിന് മുമ്പ് ഞങ്ങൾ കുമ്പിടുന്നു. കർത്താവെ, ഓ നല്ല ഈശോയെ, അങ്ങയുടെ അനന്തമായ സ്നേഹം ഒന്നുകൊണ്ട് മാത്രം കർത്താവെ ഞങ്ങൾ ഈ ഭൂമിയിൽ എന്തായിരിക്കുന്നുവോ അതായിരിക്കുന്നു. ഞങ്ങളുടെ ഓരോ ജീവശ്വാസവും അങ്ങയുടെ സ്നേഹം കൊണ്ട് മാത്രം, അങ്ങയുടെ കാരുണ്യം കൊണ്ട് മാത്രമാകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു നാഥ. ഈശോയെ, ഞങ്ങൾ വെറും ധൂളിയാണ്. കർത്താവെ, ഞങ്ങൾക്കൊന്നും ചെയ്യുവാൻ സാധിക്കില്ല. അങ്ങയെ കൂടാതെ ഞങ്ങൾക്ക് ഈ ലോകത്തൊന്നും ചെയ്യാൻ സാധിക്കില്ല. കർത്താവെ, ഞങ്ങൾ പൂർണ്ണമായും അങ്ങയെ ആശ്രയിക്കുന്നു, അങ്ങയെ ശരണപ്പെടുന്നു നാഥ. അങ്ങയോട് ചേർന്ന് നിൽക്കുന്നവൻ ഫലം പുറപ്പെടുവിക്കുമെന്ന് അങ്ങ് അരുളി ചെയ്തിട്ടുണ്ട്. കർത്താവെ, ഞങ്ങൾ ഓരോരുത്തരെയും ഫലം പുറപ്പെടുവിക്കുന്നവരാക്കി മാറ്റണേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നല്ല ഈശോയെ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം അങ്ങ് ക്ഷമിച്ച് ഞങ്ങളോട് കരുണ കാണിക്കുന്ന നല്ല ദൈവമേ, അങ്ങയോട് ഏറ്റവും അധികം ചേർന്ന് നിൽക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തരണമേ. ഞങ്ങളുടെ ജീവിതത്തെ കുറിച്ച് കർത്താവെ, അങ്ങ് ജർമ്മയ പ്രവാചകരോട് അരുളി ചെയ്തു, എനിക്ക് നിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്, അത് നാശത്തിനുള്ളതല്ല ക്ഷേമത്തിനുള്ളതാണെന്ന്. കർത്താവെ, ഞങ്ങളെ ഓരോരുത്തരെ കുറിച്ചുള്ള പദ്ധതി അങ്ങ് വിഭാവനം ചെയ്തിരിക്കുന്നുവല്ലോ. ദിവ്യനാഥനായ ഈശോയെ, അങ്ങയുടെ തിരുവിഷ്ടം ഞങ്ങളെ കുറിച്ചുള്ള അങ്ങയുടെ തിരുവിഷ്ടം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. അത് പൂർണ്ണമാക്കുവാനുള്ള കൃപയും കൂടെ ഞങ്ങൾക്ക് തരണമേ ഈശോയെ. ഈശോയെ, അങ്ങയുടെ തിരുഹിതം ആരായുന്ന മക്കളാക്കി ഞങ്ങളെ ഓരോരുത്തരെയും മാറ്റണമേ. അങ്ങയുടെ തിരുഹിതം അനുസരിക്കുവാനുള്ള കൃപ തരണമേ. കർത്താവെ, അങ്ങ് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ അങ്ങ് അരുളി ചെയ്തു, കർത്താവെ കർത്താവെ എന്ന് വിളിക്കുന്നവനല്ല, എന്റെ പിതാവിന്റെ തിരുഹിതം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തെ പ്രവേശിക്കുക എന്ന്. കർത്താവെ, സ്നേഹമുള്ള ഈശോയെ, അങ്ങയുടെ തിരുഹിതം ഞങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമാക്കുവാനുള്ള ആ വലിയ കൃപ അങ്ങനെ ഞങ്ങൾക്ക് തന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയെ പോലെ ദൈവ തിരുമനസ്സിന് പൂർണ്ണമായും വിധേയപ്പെടുവാനുള്ള ആ വലിയ കൃപ ഞങ്ങൾക്ക് തരണമേ. പരിശുദ്ധ അമ്മയെ ഞങ്ങൾക്ക് അമ്മയായി തന്നുകൊണ്ട് ആ അമ്മയുടെ എല്ലാ അനുഗ്രഹങ്ങളും ആ അമ്മയോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ അമ്മയെ പോലെ ആയിരിക്കുവാൻ ഞങ്ങൾക്കും കൃപ തരണമേ. ആ അമ്മ ദൈവ തിരുമനസ്സ് നിറവേറ്റിയതുപോലെ ഈശോയെ, അങ്ങയുടെ തിരുഹിതവും ഞങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമാക്കുവാനുള്ള ആ വലിയ കൃപ ഞങ്ങൾക്ക് തരണമേ ഈശോയെ.
സ്വർഗരാജ്യം ഒന്ന് മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണേ കർത്താവേ. അത് ലക്ഷ്യം വെച്ച് ജീവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. ഈ ലോകത്തിന്റെ മോഹങ്ങളോ ലോകത്തിൻ്റെതായതൊന്നും ഞങ്ങളെ അലട്ടുവാൻ അങ്ങനെ അനുവദിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവേ. യേശുവേ, പുനതമ്പുരാനെ ലോകത്തെ അപ്പോൾ വിശുദ്ധ പൗലോസ്ലീഹ പറഞ്ഞതുപോലെ ജീവിതം എനിക്ക് ക്രിസ്തുവും മരണം എനിക്ക് നേട്ടവുമാണെന്ന് പറഞ്ഞതുപോലെ കർത്താവെ ഞങ്ങൾക്കും പറയുവാനുള്ള കൃപ തന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവരാജ്യത്തിന് വേണ്ടി വേലയെടുക്കുന്ന മക്കളായി മാറ്റണമേ നാഥ. ഞങ്ങളെ ഓരോരുത്തരെയും മാറ്റണേ കർത്താവെ. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന കുടുംബ ജീവിതത്തെ അങ്ങ് അനുഗ്രഹിക്കണേ കർത്താവെ. ഈശോയെ, ഞങ്ങളുടെ കുടുംബത്തിൽ കർത്താവെ അങ്ങേ നാഥനും രക്ഷകനുമായ എല്ലാ മക്കളും സ്വീകരിക്കുവാനും സ്വർഗരാജ്യം ലക്ഷ്യമാക്കി ജീവിക്കാനും ഓരോരുത്തർക്കും കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ദൈവരാജ്യം വളർത്തുന്ന മക്കളാക്കി ഞങ്ങളെ ഓരോരുത്തരെയും മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. നല്ലവനായ ഈശോയെ, സ്നേഹം നിറഞ്ഞ ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനും സ്നേഹത്തിനും ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവെ. ഇവനും അബ്രാഹത്തിന്റെ മകനാണ് എന്ന് സക്കേവൂസിനോട് പറഞ്ഞതുപോലെ കർത്താവെ, ഞങ്ങളെ ഓരോരുത്തരെയും നോക്കി അങ്ങ് അരുളി ചെയ്യണമേ, ഞങ്ങൾ അബ്രാഹത്തിന്റെ മക്കളാണെന്ന്. കർത്താവെ, അതിനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ നാഥ. അങ്ങേ കൂടാതെ ഞങ്ങൾക്കൊന്നും സാധ്യമല്ല കർത്താവെ. അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്കെല്ലാം സാധ്യമാണ് നാഥ. ഞങ്ങൾ അങ്ങേ വിശ്വസിക്കുന്നു, ശരണപ്പെടുന്ന നാഥ. പുനതമ്പുരാനെ അങ്ങ് കടന്നു വരണമേ. ഞങ്ങളെ ഓരോരുത്തരെയും സ്പർശിച്ച് സുഖപ്പെടുത്തണമേ. ഞങ്ങളുടെ മാനസികവും ശാരീരികവുമായ രോഗങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന കർത്താവെ. തളർവാദ രോഗിയോടെ എഴുന്നേറ്റ് നിന്റെ കിടക്കയും എടുത്ത് നടക്കുക എന്നരുളി ചെയ്തപ്പോൾ അവൻ കിടക്കയും എടുത്ത് നടന്നതുപോലെ കർത്താവെ, ഇപ്പോൾ രോഗാവസ്ഥയെ കടന്നു വന്നിരിക്കുന്ന മക്കളോടെ അങ്ങ് കൽപ്പിക്കണമേ, എഴുന്നേറ്റ് നടക്കുക. നിന്നെ ഞാൻ സുഖപ്പെടുത്തിയിരിക്കുന്നു, പൂർണ്ണമായി നീ സുഖം പ്രാപിച്ചിരിക്കുന്നു എന്ന് അവരോട് അരുളി ചെയ്യണമേ കർത്താവെ. ഈശോയെ, ജീവിക്കുന്ന അങ്ങയുടെ തിരുസന്നിധിയിലാണ് ഞങ്ങളിപ്പോൾ ഇരിക്കുന്നത് കർത്താവെ. അങ്ങ് തിരുവോസ്തിയിൽ നിത്യം ജീവിക്കുന്നു. അങ്ങ് ജീവിക്കുന്ന ദൈവമാണെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു നാഥ. ഈശോയെ, അങ്ങ് പ്രവർത്തിക്കണമേ. അങ്ങ് പ്രവർത്തിക്കണമേ കർത്താവെ. രോഗികളെ അങ്ങ് സൗഖ്യപ്പെടുത്തണമേ കർത്താവെ. ഇന്നേ ദിവസം ഇവിടെ കടന്നു വന്ന എല്ലാ രോഗികളും കർത്താവെ, അങ്ങയുടെ തിരുനാമത്തിന്റെ ശക്തിയാൽ അങ്ങ് സൗഖ്യപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈശോയെ, എല്ലാ രോഗികളും സുഖം പ്രാപിക്കട്ടെ നാഥ. അങ്ങയുടെ നാമത്തിന്റെ ശക്തിയാൽ എല്ലാവരും സന്തോഷഭരിതരായി കർത്താവെ, അനുഗ്രഹം പ്രാപിച്ചവരായി ഭവനത്തിലേക്ക് തിരിച്ചു പോകുവാനുള്ള കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നല്ലവനായ ഈശോയെ, സ്നേഹം നിറഞ്ഞ ഈശോയെ, അങ്ങയുടെ സ്നേഹം എത്ര വലുതാണെന്ന് ഞങ്ങൾ അറിയുന്നു നാഥ. ഈശോയെ, അങ്ങേക്ക് പ്രതി സ്നേഹമായി തരുവാൻ ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല കർത്താവെ. ഈശോയെ, ഞങ്ങൾ അയോഗ്യരാകുന്നു കർത്താവെ. ഞങ്ങൾക്കൊന്നുമില്ല. അങ്ങയുടെ തിരുസന്നിധി കർത്താവെ സമർപ്പിക്കുവാനായി വെറും പാപികളും ആകുന്നു കർത്താവെ. ഞങ്ങളുടെ പാപമല്ലാതെ ഒരു നന്മയും ഞങ്ങളിൽ അവശേഷിച്ചിട്ടില്ലല്ലോ കർത്താവെ. ഈശോയെ, ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളോട് കരുണ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം ക്ഷമിച്ച് ഞങ്ങളോട് കരുണ കാണിക്കണമേ. കടന്നു വന്ന ഓരോ മക്കളോടും അങ്ങനെ കരുണയായിരിക്കണേ നാഥ. ഈശോയെ, അവരെല്ലാം ഒന്ന് തൊടണമേ. അവരുടെ സ്വസ്ഥതയെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു നാഥ. അങ്ങെന്നറിയുന്നല്ലോ കർത്താവെ. അങ്ങ് സ്പർശിക്കണമേ നാഥ. അങ്ങ് അവരെ തൊടണമേ. അവർക്ക് സ്വസ്ഥത കൊടുക്കണമേ, മനസ്സമാധാനം കൊടുക്കണമേ, സന്തോഷം കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു നാഥ. ഈശോയെ, പൊന്നു തമ്പുരാനെ, രോഗികളെ സുഖപ്പെടുത്തുന്നതിന് ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഈശോയെ, അങ്ങയുടെ കർത്താവെ, സൗഖ്യദായകമായ കരം ഞങ്ങളെ ഓരോരുത്തരുടെയും സ്പർശിക്കണമേ. ഞങ്ങളെ തൊട്ട് സുഖപ്പെടുത്തുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു കർത്താവെ. അന്ധന് കാഴ്ചയും ചെകിടന് കേൾവിയും മുടന്തന് സൗഖ്യവും മരിച്ചവരെ ഉയർപ്പിക്കുകയും ചെയ്ത കർത്താവെ, അങ്ങേക്കൊന്നും അസാധ്യമില്ല. അങ്ങേക്കെല്ലാം സാധ്യം. സാധ്യമായവന്റെ മുമ്പിൽ കർത്താവെ ഞങ്ങൾ വന്ന് നിരന്നിരിക്കുന്നു കർത്താവെ. അങ്ങ് ഞങ്ങളെ സ്പർശിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു നാഥ. ഈശോയെ, ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങ് സ്പർശിക്കണമേ, തൊട്ട് സുഖപ്പെടുത്തണമേ. ഞങ്ങളുടെ കർത്താവെ, വേദനകളും വിഷമതകളും പ്രയാസങ്ങളും എല്ലാം ഒപ്പിയെടുക്കണമേ നാഥ.
അങ്ങയുടെ തിരുമുറിവിനോട് ഞങ്ങൾ ചേർത്ത് വെക്കുന്ന നാഥ, അവയെല്ലാം ചേർത്ത് വെക്കുന്നു. അങ്ങ് ഏറ്റെടുക്കണമേ നാഥ, പൂർണ്ണമായി ഏറ്റെടുക്കണമേ. ഇപ്പോൾ കടന്നു വന്ന കർത്താവെ, കടന്നു വന്നിരിക്കുന്ന ഇവിടെയുള്ള എല്ലാ മക്കളെ അങ്ങ് സുഖപ്പെടുത്തി അനുഗ്രഹിച്ചയച്ചാലും ഓ ദിവ്യനാഥനായ ഈശോയെ, അങ്ങയുടെ തിരുസന്നിധിയിൽ ഞങ്ങൾ അങ്ങയുടെ സ്നേഹം നുകർന്നുകൊണ്ട് അങ്ങയുടെ കൃപ സ്വീകരിച്ചുകൊണ്ട് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറഞ്ഞ് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെന്റെ സർവസ്വവും മുൻപിലാനച്ച് കുമ്പിടുന്നു. യേശുവേ നാഥാ, അങ്ങേ